ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ രാത്രിത്തെ ജോലി സ്കിപ്പ് ചെയ്തിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങാം. അങ്ങനെ പറ്റിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല തലവേദനയായിരുന്നു. തലവേദന കാരണം പനീൻ്റെ ഒരു ഗുളികയും കഴിച്ച് നേരെ കട്ടിൽ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുംഭകർണന്റെ അനുഗ്രഹം കിട്ടിയ കണക്കാണ് കിടന്ന് ഞാൻ ഉറങ്ങിയത്. ഉറങ്ങി എണീറ്റിട്ട് രാവിലെ സ്ഥിരം നിൽക്കുന്ന സ്പോട്ടിൽ പോയി നിന്ന് വെളിയിലൊക്കെ ഒന്ന് നോക്കി നിന്നപ്പോഴത്തേക്ക് കൊക്കെല്ലാം അവിടെ പാറി നടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ കിട്ടിയ എനർജിയിൽ നേരെ അടുക്കള ജോലിയെല്ലാം തീർക്കാമെന്ന് കരുതി അങ്ങനെ നല്ല ഉഷാർ കിട്ടിയ കണക്ക് തന്നെ കഴുകാനുള്ള പാത്രങ്ങളും പുറത്തു കൊണ്ടുപോയി ഉണങ്ങാൻ വെക്കേണ്ട പാത്രങ്ങളും എല്ലാം തരം തിരിച്ച് വെക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നൊരു കാര്യം, ഇനി മുതൽ സ്ഥിരമായി കൃത്യം 7:23 എന്റെ ലോങ് വീഡിയോ ഉണ്ടായിരിക്കും. എല്ലാവരും എന്റെ ലോങ് വീഡിയോ കാണണം. അതേ കണക്ക് തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെയുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം, ഓളുന്ന ഓപ്ഷനും എനേബിൾ ചെയ്യണം. അങ്ങനെ രാവിലത്തെ ജോലിയുടെ ഒന്നാമത്തെ ഘട്ടമായ ഫ്രിഡ്ജിൽ നിന്ന് രാവിലത്തെ കാപ്പിക്കുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചു. ഇന്നത്തെ കാപ്പി നല്ല ചൂടപ്പവും കൂട്ടത്തിൽ കടലക്കറിയുമാണ്. ഇത് രണ്ടും ഇന്നലെ അരച്ചു വെച്ച മാവാണ്. അപ്പവും അതേണക്കിന് കറിയും ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇന്നലത്തെ കടലക്കറി ഇവിടെ സച്ചുരും ധ്രുവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ അപ്പച്ചേട്ടന്. അങ്ങനെ നേരെ ആദ്യത്തെ ജോലിയായ ചൂടുവെള്ളം തിളപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്നലെ ബാക്കി വന്ന വെള്ളം നേരെ ജെക്കിലങ്ങ് ഒഴിച്ചു വെച്ചു. ചൂടുവെള്ളത്തിൽ ഞാനിപ്പോൾ കരിങ്ങാലി വെള്ളമാണ് ആഡ് ചെയ്യാറുള്ളത്. നേരത്തേക്ക് ഞാൻ തുളസിയും ജീരകവുമാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവർക്കും ദാഹശമിനി ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ കരിങ്ങാലിയാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു ചോറ് വെക്കാനുള്ള വെള്ളവും കൂടെ അങ്ങ് തിളപ്പിക്കാമെന്ന്. അപ്പം പെട്ടെന്ന് തന്നെ അതും അങ്ങ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ ഉച്ചയൂണിൻ്റെ പാതി ജോലി അങ്ങ് തീരുമല്ലോ. ഞാൻ എല്ലാ പ്രാവശ്യം കറികളെല്ലാം വെച്ച് കഴിയും. പക്ഷെ കറികൾ വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആലോചിക്കണം, അയ്യോ ചോറ് വെച്ചില്ലല്ലോ എന്ന്. പിന്നെ കുക്കറിൽ ഒറ്റ പിസിൽ കേൾപ്പിച്ച് ചോറ് വെച്ചെടുക്കലാണ് ഞാൻ സ്ഥിരമായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ചോറിനെക്കാട്ടി ഇഷ്ടം ഈ കലത്തിയിട്ട് വേവിക്കുന്ന ചോറാണ്. എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യാനെന്ന് വെച്ചാൽ 2-3 ദിവസത്തേക്ക് ചോറ് ഒരുമിച്ച് ഉണ്ടാക്കി അങ്ങ് വെക്കും. ഇന്ന് ഞാൻ 2.5 നാഴി അരിയാണ് ഇടുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പം ഈ ചാൾസലിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ അരി എടുത്ത് നേരെ കുക്കറിലിട്ട് ഒറ്റ ഫിസിൽ ഏൽപ്പിക്കും. ഇന്നത്തെ ആവശ്യത്തിനുള്ള ചോറ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ വെള്ളം കൂടുതൽ വെക്കും. എന്നിട്ട് ബാക്കി അരി നേരെ ഞാൻ ഊറ്റി അങ്ങ് ചൂട് പോകാനായിട്ട് വെക്കും. എന്നിട്ട് അത് നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും. നാളെ ഞാൻ ആവശ്യത്തിന് ചോറെടുത്ത് വീണ്ടും കുക്കറിലിട്ട് വെള്ളം വീത്തി അതങ്ങ് ചൂടാക്കി എടുക്കും. പിറ്റേന്നും അത് തന്നെ ചെയ്യും. അങ്ങനെ 3 ദിവസത്തേക്കുള്ള ചോറാണ് ഞാൻ ഇപ്പോൾ വെക്കാൻ പോകുന്നത്. നേരെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ട് ഉണക്കാനായിട്ട് ഞാൻ ഈ വർക്ക് ഏരിയയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ കുപ്പികളും ചട്ടികളും എല്ലാം വർക്ക് ഏരിയ കൊണ്ടുവച്ചപ്പോഴത്തേക്കാണ് മറിമോ ചാടി എൻ്റെ പിറത്ത് കയറിയത്. അങ്ങനെ മറിമോയ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് നേരെ ഞാൻ അകത്ത് വന്നപ്പോഴത്തേക്ക് ചോറിനുള്ള വെള്ളം തിളച്ചു തുടങ്ങി. നേരെ ഞാൻ അരി കഴുകി ഇടാമെന്ന് കരുതി. അങ്ങനെ അരി കഴുകാനായിട്ട് ഞാൻ 2.5 നാഴി അരിയാണ് എടുക്കുന്നത്. ഈ 2.5 നാഴി അരി എനിക്ക് 3 ദിവസത്തേക്കുള്ള ചോറാണ്. ഇന്നും നാളെയും മറ്റന്നാളും വേണ്ടിയെടുത്ത ചോറാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന അരി ഏതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് മൈത്രി ആയിരുന്നു. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയാണ്. എനിക്ക് തോന്നുന്നത് മൈത്രി ഒത്തിരി കൂടെ വേവ് കൂടുതലാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുടുംബശ്രീയാണ് യൂസ് ചെയ്യുന്നത്. കുടുംബശ്രീ കുക്കറി ഇട്ട് ഫിസിൽ ഏൽപ്പിച്ചാലും 2 ഫിസിൽ ഏൽപ്പിച്ചാൽ മതി. നല്ല പൂ പോലത്തെ ചോറ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ചോറാണ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കലത്തിയിട്ട് വേവിച്ചിട്ട് കുക്കറിയിട്ട് ഒന്ന് ഫിസിൽ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ നാളെയും മറ്റന്നാളും സെയിം ആ കുക്കറി ഇട്ട് തന്നെയാണ് ഫിസിൽ ഏൽപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് കുക്കറി ഇട്ട് കുടുംബശ്രീയുടെ അരി നല്ലപോലെ വെന്ത് കിട്ടും. നല്ല അരിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ അരി. അങ്ങനെ നേരെ ചൂടുവെള്ളത്തിൽ കരിങ്ങാലിപ്പൊടിയൊക്കെ ഇട്ടു. ബാക്കി വന്ന അരിയെല്ലാം ഞാൻ തൂത്തുവാരി ഇട്ട് കൊടുത്തു. എന്നിട്ട് നേരെ ഇനി അടുത്ത ജോലിയിലോട്ട് പോവുകയാണ്. ഇനി എന്താണ് നമ്മൾ അടുത്ത ജോലി? രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കൽ. അത് പാടുള്ള ജോലിയൊന്നും അല്ല. കാരണം ഇന്നലത്തെ കറി എനിക്ക് തിളപ്പിച്ചെടുത്താൽ മതി. അത് കറിയായിട്ട് വെക്കേണ്ട. ഇപ്പം തന്നെ സമയം എന്തായാലും ഒരു 8-8:30 ആയിട്ടുണ്ട്. നേരെ ഞാൻ അരിയും അങ്ങ് ചാൾസനി ഇറക്കി വെച്ചു. ഇനി ഒരു 2.5 മണിക്കൂർ ആ അരി ചാൾസനി തന്നെ ഇരുന്നോളും. എൻ്റെ ഇന്നത്തെ പാതി ജോലി കഴിഞ്ഞിരിക്കുന്നു. പാതി ജോലി എന്ന് വെച്ചാൽ എനിക്ക് ഈ ചോറുണ്ടാക്കി ഈ ചാൾസനി വെക്കുന്നത് ഒരു പാതി ജോലിയായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അങ്ങനെ എൻ്റെ പാതി ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പത്തിലോട്ട് നേരത്തെ തന്നെ ഞാൻ ഉപ്പും അതേ കണക്ക് തന്നെ സോഡാപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ മാവിലോട്ട് നേരെ ഞാൻ അപ്പച്ചട്ടി ചൂടായപ്പോഴത്തേക്ക് അപ്പത്തിനുള്ള മാവ് അതിലോട്ട് വീഴ്ത്തി നല്ലപോലെ
വട്ടമായിട്ട് ചുട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ കടലക്കറിക്കുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടലക്കറി തലേ ദിവസത്തെ കടലക്കറി നമ്മൾ ഇത് പാത്രത്തിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വറ്റിച്ചതിന് ശേഷം മാത്രം നമ്മൾ കറി ആഡ് ചെയ്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. കഴിഞ്ഞ ദിവസത്തെ ഒരു ചതുപ്പ് ഒന്നും തന്നെ തോന്നുകയില്ല. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. അങ്ങനെ കറി തിളച്ചപ്പോഴത്തേക്ക് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ അപ്പം ചുട്ടെടുത്തു. നമുക്കിന്ന് ടോട്ടൽ 6 അപ്പത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്ര മാത്രമേ ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 അപ്പത്തിൻ്റെ മാവും കൂടെ ഉണ്ട്. ആ മാവ് ഞാൻ നേരെ അങ്ങ് ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് വെച്ചു. വൈകുന്നേരം അങ്ങാനും സച്ചുവിന് വിശക്കണം എന്ന് പറയണമെങ്കിൽ അതുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. എൻ്റെ വീട്ടിലെ ഈ സിങ്കിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം എപ്പോഴും ആ സൈഡിലോട്ട് ഒഴുകി അങ്ങ് പോകും. അവിടെ ഒരു സ്ലോപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും അങ്ങോട്ടങ്ങോട്ട് പോകും. ഇപ്പം ഞാൻ പാത്രം കഴുകിയാൽ അവിടെ നിന്ന് ഞാൻ വെള്ളം ഇങ്ങനെ തുടച്ചു വിടലായിരുന്നു. ഇവിടെ പാല് കാച്ചി അന്ന് മുതൽ എൻ്റെ ജോലി. അങ്ങനെ മീൻ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വെച്ച കൂട്ടത്തിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം അറുത്തെടുത്തു. എന്നിട്ട് ആ മീൻ ഞാൻ വറുക്കാനാണ് നിൽക്കുന്നത്. കാരണം ഇന്നലെ കറി വെച്ചതിൻ്റെ ബാക്കി മീനുണ്ട്. എനിക്കും സച്ചുവിനും മാത്രം മതിയല്ലോ കറി വെച്ചത്. അങ്ങനെ നേരെ ഞാൻ അതെല്ലാം അങ്ങ് മസാല പുരട്ടിയെടുത്തു. മീൻ പൊരിക്കാനുള്ള മസാല ലേശം കുരുമുളകും കൂടെ ഞാൻ ഇട്ട്. കാരണം മത്തി ആയതുകൊണ്ട് കുരുമുളകിൻ്റെ കുത്തലും നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ നേരെ ഞാൻ മീനങ്ങ് വറുക്കാൻ വെച്ചു. തൊട്ടടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച കുറച്ച് ചീനി ഉണ്ടായിരുന്നു. ആ ചീനിയും കൂടെ ഞാനങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ച് ചൂടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചോറിൽ ആവശ്യമുള്ളത് ഞാൻ കുക്കറിലോട്ട് മാറ്റിയിട്ട് ആ ചോറിൽ കുറച്ചുകൂടെ വെള്ളം വീത്തി കുക്കറിൽ ഒറ്റ ഫിസിൽ കേൾക്കാൻ പരുവത്തിൽ ഞാൻ തീ ഓണാക്കി വെച്ചു. ഒറ്റ ഫിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫാക്കാം. ഓഫാക്കി കഴിഞ്ഞിട്ട് നേരെ കുക്കറിന് ഇങ്ങനെ വെള്ളം വരും. വെള്ളം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂൺ അകത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ ചൂടോടെ തന്നെ ആ എയർ പോകുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ല, നല്ല പൂ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറ്. അപ്പം നമ്മളെ ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാലോ. നല്ല കുത്തരി ചോറും നല്ല ചീനിയും പിന്നെന്താ തലേ ദിവസത്തെ മോരുകറിയും മീൻ കറിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ വറുത്തതും. എനിക്ക് മീൻ വറുത്തതും അതേ കണക്ക് തന്നെ ഇഞ്ചിക്കറിയും. മീൻ വറുത്തതും ഇഞ്ചിക്കറിയും മാത്രം മതിയല്ലോ നമുക്ക് ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കട്ടെ. എന്തെന്ന് വെച്ചാൽ തളർന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ജോലിയാണല്ലോ. വൈകുന്നേരം നമ്മളെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ചിങ്കാന. അങ്ങനെ നേരെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ധ്രുവനും മാത്രമേ ഇവിടെ ഉള്ളൂ. സച്ച് നേരത്തെ തന്നെ അപ്പീപ്പി വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ധ്രുവനും നേരത്തെ തന്നെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പുച്ചേട്ടൻ വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി. അങ്ങനെ 10 മണിക്കുള്ള ഷോയ്ക്കുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. SV-യിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം തന്നെ 9:30 ആയിട്ടുള്ളൂ. നമ്മൾ അരമണിക്കൂർ നേരത്തെയാണ്. എല്ലാ പ്രാവശ്യം സിനിമയ്ക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ അവിടെ എത്തുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങി. കാരണം എല്ലാവരും നേരത്തെ തന്നെ തയ്യാറെടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഇപ്പോൾ കൊച്ചേച്ചി വീട്ടിലോട്ടാണ് പോകുന്നത്. കൊച്ചേച്ചീൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് കൊച്ചേച്ചീനെയും ആദൂനെയും കൊണ്ടാണ് നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്താണ് തിയേറ്റർ. 5 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. എമ്പുരാൻ കാണണോ അതോ ആലപ്പുഴ ജിങ്കാന കാണണോ എന്ന് 2 അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം ആലപ്പുഴ ജിങ്കാനയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരെ ആലപ്പുഴ ജിങ്കാനയ്ക്ക് പോകാൻ വേണ്ടി നിന്നത്. എനിക്കും ആദൂസിനും എമ്പുരാൻ കാണണമെന്നായിരുന്നു ആഗ്രഹം, സച്ചുവിനും. പക്ഷെ ബാക്കി 2 പേർക്കും അപ്പുച്ചേട്ടൻ ഓൾറെഡി എമ്പുരാൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അപ്പുച്ചേട്ടനെ കാണണ്ട. അത് കണക്കിന് കൊച്ചേച്ചിക്ക് വയലൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ആലപ്പുഴ ജിങ്കാന കാണാൻ വേണ്ടി പോവുകയാണ്. ഇത്തിരി തിരക്ക് പിടിച്ച് നേരെ നമ്മൾ SV സിനിമാസ് എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതലും സിനിമ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ പോയിട്ടുള്ളത് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ്. അങ്ങനെ നേരെ നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തി. കുറച്ചു നേരം അവിടെ നിന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ അന്നത്തെ ദിവസം 3 സിനിമകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 3 സിനിമയ്ക്കുമായിട്ട് നിറയെ കാറുകളെല്ലാം കൊണ്ടിട്ടത് കൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യം കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ഒരിടത്ത് പാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ സ്നാക്സ് ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും 2ാമത് കൊച്ചേച്ചി പോയി സ്നാക്സ് എല്ലാം എടുത്തത്. അങ്ങനെ ടിക്കറ്റ് ആരുടെ കയ്യിലെന്ന് വെച്ചപ്പോൾ ആദൂൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ആദ്യം ടിക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി. നമുക്ക് 3rd ഫ്ലോറിലാണ് പോകേണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ ലിഫ്റ്റിൽ കയറി നമ്മുടെ 3rd ഫ്ലോറിലെത്തി.
നേരെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് കണ്ടത് പോപ്കോണും പിടിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നതാണ്. ഉടനെ ധ്രുവയ്ക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇൻ്റർവെല്ലിന് വാങ്ങിച്ചു തരാം, അപ്പോഴേ പോപ്കോൺ കിട്ടുള്ളൂ നമുക്ക്, അല്ലാതെ ഇവർ വേറെ സിനിമ കാണാനാ അവരൊക്കെ പോപ്കോൺ നേരത്തെ കിട്ടും, നമ്മൾ കാണുന്ന സിനിമയ്ക്ക് പോപ്കോൺ ഇപ്പോഴേ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചും മറിച്ചുമൊക്കെ നിർത്തി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് പോയി കണ്ടു വെക്കണം. ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആലപ്പുഴ ജിങ്കാന അടിപൊളി സിനിമയാണ്. അങ്ങനെ സിനിമ എന്തായാലും തീർന്നപ്പോഴത്തേക്ക് 12-12:30 സിനിമ കണ്ട് കയറിയതും ഓർമ്മയുണ്ട്, അതേ കണക്കിന് ഇറങ്ങിയതും ഓർമ്മയുണ്ട്. ഇറങ്ങി നേരെ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്, കാരണം 12:30 ആയല്ലോ. അങ്ങനെ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. കണ്ടോ തിയേറ്ററിൻ്റെ അകത്ത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ. തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് മിക്ക കാറുകളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളെ ഉണ്ടായിരുന്നു. നേരെ വീടെത്തി. ധ്രുവ നല്ല ഉറക്കമാണ്, സച്ചു കറങ്ങിയായിരുന്നു നടന്നത്. അങ്ങനെ 1 മണിയായപ്പോഴത്തേക്ക് നമ്മളിതാ വീടെത്തിയിരിക്കുന്നു. നേരെ സച്ചൂസ് ഓടിപ്പോയി ഉടുപ്പ് ഊരി നേരെ കട്ടിലിൽ പോയി അങ്ങ് കിടന്നു. ഞാനാണെങ്കിലോ ധ്രുവയും കൊണ്ട് പയ്യെ നടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചു ഒന്നും അറിയണത് പോലുമില്ല. എടാ ഒന്ന് അങ്ങോട്ട് നീങ്ങി കിടക്കാന്ന് പറഞ്ഞിട്ട് നീങ്ങിപ്പോ നിങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും